നമസ്കാരം. ഒഡീഷയിലെ പ്രശസ്തമായ പൂരി ജഗന്നാഥ ക്ഷേത്രത്തിലെ രത്നഭണ്ഡാരം ജൂലൈ 14 തുറക്കാൻ നിർദ്ദേശം ലഭിച്ചിരിക്കുകയാണ്. രത്നഭണ്ഡാരത്തിലെ ബഹര വിടാര നിലവറകളാണ് തുറന്നു പരിശോധിക്കുക. ത്രിമൂർത്തികളുടെ ആഭരണങ്ങളും മറ്റും വിലപിടിപ്പുള്ള വസ്തുക്കളും അടങ്ങുന്ന പൂരിയിലെ ജഗന്നാഥ ക്ഷേത്രത്തിലെ ഭണ്ഡാരം ജൂലൈ 16 തുറക്കുമെന്ന് സർക്കാർ നിയോഗിച്ച ഉന്നതതല സമിതിയുടെ തലവനും ഒറീസ ഹൈക്കോടതിയിലെ റിട്ടയർഡ് ജഡ്ജിയായ ബിശ്വനാഥ് റാത്ത് ചൊവ്വാഴ്ച അറിയിക്കുകയുണ്ടായിരുന്നു. ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന രത്നഭണ്ഡാരത്തിലെ നിക്ഷേപമാണ് നിർണായകം. സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന വ്യവസ്ഥകൾ പാലിച്ചാകും രത്നഭണ്ഡാരം തുറക്കുക. ഇക്കാര്യത്തിലുള്ള നിർദ്ദേശങ്ങൾ ക്ഷേത്ര ഭരണ സമിതിക്ക് സമർപ്പിച്ചു. വജ്രം, സ്വർണം, വെള്ളി എന്നിവ ഉൾപ്പെടെ ഈ ഭണ്ഡാരത്തിൽ ഉണ്ടാകും. ഭണ്ഡാരത്തിലെ വിലപിടിപ്പുള്ള വസ്തുക്കൾ തിട്ടപ്പെടുത്താൻ ജസ്റ്റിസ് ബിശ്വനാഥ് റാവത്തിന്റെ അധ്യക്ഷതയിൽ 16 അംഗ ഉന്നതതല സമിതി രൂപീകരിച്ചിട്ടുണ്ട്. ഭണ്ഡാരം തുറക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി സമിതി ചൊവ്വാഴ്ച യോഗം ചേർന്നിരുന്നു. ഭണ്ഡാരം തുറന്ന് രത്നങ്ങൾ ഉൾപ്പെടെയുള്ള വസ്തുക്കൾ എണ്ണി തിട്ടപ്പെടുത്തുന്നതിനൊപ്പം അവ സംരക്ഷിക്കുന്നത് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങളും ഉണ്ടാകും. ഇതുമായി ബന്ധപ്പെട്ട് നിർദ്ദേശം സർക്കാരിന് കൈമാറും. രഥയാത്ര ഉത്സവം തുടരുന്നതിനാൽ ഉദ്യോഗസ്ഥർ തിരക്കിലാണ്. അതിനാൽ ക്ഷേത്രത്തിന്റെ ചീഫ് അഡ്മിനിസ്ട്രേറ്ററോട് ജൂലൈ 14 കമ്മിറ്റിക്ക് മുമ്പാകെ താക്കോൽ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് റാത്തു പറഞ്ഞിരിക്കുന്നത്. ഓഡിറ്റ് പ്രക്രിയ സമയമെടുക്കുന്ന കാര്യമായതിനാൽ പഴയ ആഭരണങ്ങൾ തിരിച്ചറിയാൻ കഴിവുള്ള ആളുകളുടെ ആവശ്യമുണ്ടെന്നും അവയിൽ ചിലത് 1500 വർഷത്തിലേറെ പഴക്കമുള്ളതാണെന്നും റാത്തു പറയുകയുണ്ടായി. രത്നഭണ്ഡാരത്തിലെ ആഭരണങ്ങൾ വളരെ പഴക്കമുള്ളതും അപൂർവവുമാണ്. ഇവ പരിശോധിക്കാൻ അനുയോജ്യരായ സ്വർണ്ണപ്പണിക്കാരെയും ലോഹ വിദഗ്ധരെയും ആവശ്യമാണ്. ഇവരെ സംസ്ഥാന സർക്കാരാണ് തെരഞ്ഞെടുക്കേണ്ടത്. ക്ഷേത്ര സ്വത്ത് പുറത്തേക്ക് കൊണ്ടുപോകാൻ സാധിക്കാത്തതിനാൽ ആഭരണങ്ങൾ മാറ്റുന്ന സ്ഥലം നിശ്ചയിച്ചതായി ക്ഷേത്ര ഭരണസമിതി അറിയിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2018 ഏപ്രിൽ 4 ഒറീസ ഹൈക്കോടതിയുടെ ഉത്തരവിനെ തുടർന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ അംഗങ്ങൾ ജഗന്നാഥ ക്ഷേത്രത്തിന്റെ ചീഫ് അഡ്മിനിസ്ട്രേറ്റർ, പൂരി ജില്ലാ കളക്ടർ, ക്ഷേത്ര ഭാരവാഹികൾ എന്നിവരടങ്ങുന്ന 16 അംഗ സംഘ രത്നഭണ്ഡാരം തുറക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ ലഭിച്ച താക്കോലുകൾ ഉപയോഗിച്ച് പൂട്ട് തുറക്കാനായില്ല. ഇത് വലിയ വിവാദങ്ങൾക്ക് കാരണമായിരുന്നു. 1978 മെയ് 13 ജൂലൈ 23 ഇടയിലാണ് അവസാനമായി രത്നഭണ്ഡാരം തുറന്നത്. 11.78 മീറ്റർ ഉയരവും 8.79 മീറ്ററും 6.74 മീറ്റർ വീതിയുമുള്ളതാണ് രത്നഭണ്ഡാരം എന്നാണ് റിപ്പോർട്ട്. ബാഹര, ബിദര എന്നീ 2 നിലവറകളാണുള്ളത്. ഈ അറകളാണ് തുറക്കാൻ ഒരുങ്ങുന്നത്.